ഹലോ എവരിവൺ, MBA ക്ലൗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KMAT എക്സാമിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില എക്സാം ഗൈഡ് ലൈൻസ് വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസിനെ പറ്റിയാണ് നമ്മൾ ബ്രീഫ് ചെയ്യുന്നത്. നിങ്ങൾ പലരുടെയും കമൻറ്റ് സെക്ഷനിലുള്ള ചോദ്യങ്ങളോ ഇൻസ്റ്റാഗ്രാമിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിനൊക്കെ സൊല്യൂഷൻ ആൻസർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യം, അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത്, എക്സാമിന് എത്ര നേരത്തെ എത്തണം തുടങ്ങിയ പല പല കാര്യങ്ങൾ, ഈവൻ എക്സാമിൻ്റെ റിസൾട്ട് എപ്പോൾ വരുന്നു, ഇങ്ങനെയുള്ള നിരവധി ക്വസ്റ്റ്യൻസ് നമ്മളോട് കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാത്തിനും കൂടി ഒരു ആൻസർ നമ്മൾ ഈ വീഡിയോ കൂടെ കവർ ചെയ്യണം. വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. MBA ക്ലൗഡ് ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ MBA ക്ലൗഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള KMAT പ്രിപ്പറേറ്ററി വീഡിയോസുകളൊക്കെ ചാനലിലൂടെ നമുക്ക് ലഭ്യമാണ്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് തന്നെ KMATൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ഓൺലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും വീഡിയോസും അസസ് ചെയ്യാനായിട്ട് ചാനലിലെ ജോയിൻ ബട്ടൺ മെമ്പർഷിപ്പ് ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഒരു വളരെ മിനിമം റേറ്റിൽ നിങ്ങൾക്ക് അത് ഫെസിലിറ്റി അവൈൽ ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഒന്നുകൂടി സംസാരിക്കുന്നുണ്ട്. നമുക്ക് മാറ്ററിലേക്ക് കിടക്കാം. നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെന്റ് ഓർഡേഴ്സ് എന്ന് പറയുന്ന ടാബിൽ പോവുക. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ www.ce.kerala.gov.in www.kerala.gov.in ഈ വെബ്സൈറ്റിൽ വരുവാണെങ്കിൽ നമുക്ക് അത് ലോഗിൻ ചെയ്യാം. എപ്പോഴും നിങ്ങൾ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് നിങ്ങളുടെ മാർക്കും സ്കോർ കാർഡും ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയം വരെ ഈ ഒരു വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതിൽ നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓർഡേഴ്സിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഗൈഡ് ലൈൻസ് കാണാൻ പറ്റും, വിദ്യാർത്ഥികൾക്കായുള്ള ഗൈഡ് ലൈൻസ്. അപ്പോൾ അതിനെ ഞാൻ ബ്രീഫ് ചെയ്യാണ് ഇവിടെ. ഈ വർഷത്തെ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആയിട്ടുള്ള എക്സാം ഫെബ്രുവരി 22, അതായത് ഈ സൺഡേ നടക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നു. കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ പാസ്വേഡ് കൊടുത്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. തുടർന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളോട് ഞാനോട് പറയുന്നു. പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡുമായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ സൂചിപ്പിക്കുന്ന സമയം എക്സാം 2 മണിക്കാണെങ്കിലും അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എക്സാംസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യേണ്ട പ്രോസസ്സും ടൈമും ഒക്കെ ഹാൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിക്കുന്ന അനുസരിച്ച് നിങ്ങൾ നേരത്തെ തന്നെ ഹാൾ ടിക്കറ്റ് സൂചിപ്പിച്ചേക്കാൾ നല്ലൊരു 15-20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എക്സാം ഹാളിൽ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹാളിൽ എൻ്റർ ചെയ്യാനുള്ള സമയമൊക്കെ ഹാൾ ടിക്കറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. 2 മണിക്കല്ലേ എക്സാം ചോദിച്ചാൽ നിങ്ങൾ 2 മണിക്ക് എത്താനായിട്ട് നിൽക്കരുത്. 2 മണിക്കല്ല എക്സാം തുടങ്ങുന്നത്. എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു മോക്ക് ടെസ്റ്റും ഒരു പ്രാക്ടീസിങ് സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുകൊണ്ട് ഹാൾ ടിക്കറ്റ് മെൻഷൻ ചെയ്തതനുസരിച്ച് തന്നെ റിപ്പോർട്ടിംഗ് സമയം കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം റിപ്പോർട്ടിംഗ് സമയം കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ എക്സാം ഹാളിലേക്ക് കയറാണ്ട് സാധിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ എക്സാമിന് മുമ്പായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ എക്സാമിൻ്റെ ഒരു വിൻഡോയും മറ്റു കാര്യങ്ങളും എങ്ങനെയാണെന്ന് പരിചയപ്പെടാനായിട്ടാണ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സാധാരണ ഈ എക്സാം ഗൈഡ് ലൈൻ്റെ ഒപ്പം തന്നെ മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗൈഡ് ലൈനോട് കാണാറുണ്ട്. അത് ഇത്തവണ വന്നിട്ടില്ല. പക്ഷേ എന്നാലും മുൻ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് എന്താ അതിൻ്റെ ഒരു ബ്രീഫ് ഞാൻ പറയാം. സാധാരണ നമുക്ക് അതിൽ പല രീതിയിലുള്ള മാർക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ മാർക്ക് ഫോർ റിവ്യൂ ഓപ്ഷൻ. അപ്പം അങ്ങനത്തെ പല നമ്മളൊരു ഉത്തരം ആൻസർ ചെയ്താലും റിവ്യൂ ചെയ്യാനുള്ള റിവ്യൂ എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ വീട്ടിൽ വന്ന് പരിശോധിക്കാനായിട്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് പെൻ ആൻഡ് പേപ്പർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെ റൗണ്ടൊക്കെ ഇട്ടിട്ട് പോകും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ വീട് ഒന്ന് നോക്കാനായിട്ട്. ഇതിപ്പം ഓൺലൈൻ എക്സാമിൽ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോകാനായിട്ടുള്ള മാർക്ക് ഫോർ റിവ്യൂ എന്ന പറയുന്ന ഓപ്ഷൻ നമ്മുടെ മോക്ക് ടെസ്റ്റ് സാധാരണ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിൽ സാധാരണ ഈ 3 hour എക്സാം സാധാരണ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെട്ട് തരും എങ്ങനെയാണ് ഈ മാർക്ക് ഫോർ റിവ്യൂ ഒക്കെ ഉള്ളത്. വെച്ചാൽ മാർക്ക് ഫോർ റിവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ആൻസർ ചെയ്യാണ്ട് മാർക്ക് ഫോർ റിവ്യൂ ചെയ്യും, ആൻസർ കൊടുത്തിട്ടും മാർക്ക് ഫോർ റിവ്യൂ ചെയ്യും. അതിനൊക്കെ ചില കളർ കോഡിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ മോക്ക് ടെസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മൊത്തം ഒരു ആൻസർ ചെയ്ത് അവസാനത്തിൽ 10 മിനിറ്റിലൊക്കെ വേണമെങ്കിൽ ഇനി ഏതാണ് നമുക്ക് വീണ്ടും ഒന്നുകൂടെ പോയി പരിശോധിക്കേണ്ടത്, ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റൻ ഏതാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്ത് ആൻസർ കിട്ടാണ്ടായി നമ്മൾ വീണ്ടും ഒന്ന് ആൻസർ ചെയ്യാണ്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് പോയി വീണ്ടും നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെയുള്ള പോസിബിലിറ്റി ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഓവറോൾ വ്യൂ ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റൻസ് ആൻസർ ചെയ്തു, ഏത് സെക്ഷനിൽ വേറെ സെക്ഷനിലേക്ക് എങ്ങനെ പോകാം, ഇതൊക്കെ മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതും എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ്. അപ്പം നേരത്തെ എത്തി എക്സാമിന് മുമ്പോട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എനിക്ക് 3 മണിക്കൂറാണ് എക്സാം എന്ന് പ്രത്യേകം വെച്ചിട്ടുണ്ട്. MCQ മാതൃകയിലാണ് ചോദിക്കുന്നത്. 180 ക്വസ്റ്റ്യൻസ് ആണ്. മുമ്പൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. 50 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്, 50 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പാർട്ടിൽ നിന്ന്, 50 ക്വസ്റ്റ്യൻ മാത്സ് പാർട്ടിൽ നിന്ന്, 40 ക്വസ്റ്റ്യൻസ് GK ആൻഡ് ലോജിക് റീസണിംഗ്. സാധാരണ എക്സാം പാറ്റേൺ ഉണ്ടാകാറുണ്ട്.
ഗൈഡിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ, നിങ്ങൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, അതായത് ആധാർ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ID കാർഡ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ID കാർഡ് തന്നെ നിങ്ങൾ കൊണ്ടുപോകുക എന്നാണ് ഇവിടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ. ഇനി മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും പെർമിറ്റഡ് അല്ല. പരീക്ഷാ കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ അവസാനിക്കുന്നതിന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ നേരത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂടെ പേരൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പേരൻസിന് എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് പുറത്തുള്ള മറ്റെന്തെങ്കിലും ഫെസിലിറ്റിയിൽ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഇത് ബേസിക്കായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇനി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു റൈറ്റിംഗ് മെറ്റീരിയലായിട്ട് പെന്നും പെൻസിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെന്നും പെൻസിലും കൊണ്ടുപോകാം തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യം കരുതേണ്ടതാണ്. ഇവ ഹാളിന് പുറത്ത് ഹാളിൽ വെച്ച് മറ്റുള്ളവരുടെ കൈമാറ്റം ചെയ്യാൻ പാടില്ല. സാധാരണ റഫ് വർക്കിനായിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊടുക്കാറുണ്ട്. അതിൽ പിന്നെ ഹാൾ ടിക്കറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഹാൾ ടിക്കറ്റ് നമ്മൾ നോക്കുക. അത് റഫ് വർക്കിനായിട്ടുള്ള പേപ്പർ സാധാരണ എക്സാം ഹാളിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പേനയും പേപ്പറുമാണ് കൊണ്ടുപോകാൻ പെർമിറ്റഡ് ആയിട്ടുള്ളത്. അപ്പം അഡ്മിറ്റ് കാർഡിലെ ഗൈഡ് ലൈൻ കൂടെ നോക്കി നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക. ഓക്കെ. വിദ്യാർത്ഥികൾ അവർക്കായിട്ട് നിർദ്ദേശിച്ചുള്ള ഇരിപ്പിടങ്ങളിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഇൻവിജിലേറ്ററുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് സൂചിപ്പിച്ചുള്ള റിപ്പോർട്ടിംഗ് സമയത്ത് തന്നെ എക്സാം ഹാളിൽ ഹാജരാകേണ്ടതാണ്. പരീക്ഷ സമയത്ത് കൂടുതൽ മാർഗ്ഗനിർദ്ദേശം വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഫണ്ടമെന്റലി എഴുതിയിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ എക്സാം നേരത്തെ എത്തുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പെന്നും പെൻസിലും ഒക്കെ നിങ്ങൾക്ക് റൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് കൊണ്ടുപോകാം. നിങ്ങൾ സാധാരണ ഒരു പേപ്പർ അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി ഹാൾ ടിക്കറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗൈഡ് ലൈൻ അതിന് ഹാൾ ടിക്കറ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത്രയുമാണ് ഫണ്ടമെന്റലി നമുക്ക് പറയാനുള്ളത്. ഇനി ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷനുള്ള ആൾക്കാർക്ക് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് കറക്റ്റ് ചെയ്തിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. എനിക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ചാനലിൽ കുറച്ചധികം മെമ്പേഴ്സ് ഓൺലി, കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെഗ്മെന്റിലെ മന്ത്ലി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അസസ് ചെയ്യാൻ സാധിക്കും. അത് അസസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് MB ക്ലൗഡിലെ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കാനുള്ള പ്ലാനിലേക്ക് വരും. ഈ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുറച്ച് അധികം വീഡിയോസുകൾ, മെമ്പേഴ്സ് ഓൺലി വീഡിയോസ്, മെമ്പേഴ്സ് ഓൺലി ഷോർട്സ്, മെമ്പേഴ്സ് ഓൺലി മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അസസ് ചെയ്യാം. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ സഹായകരമായിരിക്കും. എക്സാമിന് ശേഷം നമ്മൾ GD ആയിട്ട് ബന്ധപ്പെട്ടും ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കോണ്ടന്റുകളും തന്നെ ഈ ഒരു മെമ്പേഴ്സ് ഓൺലി സെഗ്മെന്റിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ചാനലിലെ റിസോഴ്സുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അത് എടുക്കുക. അതല്ലാത്ത ആൾക്കാർക്ക് പ്ലേലിസ്റ്റ് തന്നെ നിരവധി വീഡിയോസ് ഉണ്ട്. അവയൊക്കെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. വിഷ് യു ദ വെരി ബെസ്റ്റ്. താങ്ക് യു.